ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻസറി സിസ്റ്റത്തിൻ്റെ എക്സാമിനേഷനാണ്. ഏത് സിസ്റ്റം എക്സാമിനേഷൻ ആണെങ്കിലും ആദ്യം നമ്മൾ ജനറൽ എക്സാമിനേഷൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇനി സെൻസറി സിസ്റ്റത്തേക്ക് വരുമ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഫസ്റ്റത്തെ ജനറൽ എക്സാമിനേഷൻ, പിന്നെ ഹയർ മെൻ്റൽ ഫങ്ഷൻസ് എക്സാമിനേഷൻ, പിന്നെ സെൻസറി സിസ്റ്റം എക്സാമിനേഷൻ. അപ്പോൾ ഏതൊരു എക്സാമിനേഷൻ്റെയും ആദ്യ പാട്ടെന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ഗണേഷ്. ഞാൻ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. പരീക്ഷയുടെ ഭാഗമായി എക്സാമിൻ ചെയ്യാൻ വന്നതാണ്. ഇതുപോലെ നമ്മൾ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ജനറൽ എക്സാമിനേഷൻ ചെയ്യുക. പിന്നെ വരുന്നതാണ് ഹയർ മെൻ്റൽ ഫങ്ഷൻ്റെ എക്സാമിനേഷൻ. അത് ഞാൻ അവസാനം പറയാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെൻസറി സിസ്റ്റം എക്സാമിനേഷനാണ്. അപ്പോൾ സെൻസറി എക്സാമിനേഷനിലെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ടച്ച് ആണ്. ഇതിൽ തന്നെ 4 സബ് ഹെഡിങ്: ഫൈൻ ടച്ച്, ക്രൂഡ് ടച്ച്, ടാക്ടൈൽ ലോക്കലൈസേഷൻ, ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ ആണ്. ഇതെന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് തന്നെ നമ്മൾ പേഷ്യന്റെ കൺസെന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഞാൻ ചെയ്യുന്ന എന്ത് കാര്യം, സെൻസറി എക്സാമിനേഷൻ ചെയ്യുന്ന എന്ത് കാര്യവും നമ്മൾ 3 സ്ഥലത്ത് ചെയ്യണം. ഫേസിൽ ചെയ്യണം, ട്രങ്കിൽ ചെയ്യണം, ലിംസിൽ ചെയ്യണം. അത് തന്നെ റൈറ്റും ലെഫ്റ്റും ചെയ്യണം. നിങ്ങൾ ആദ്യം തന്നെ പഠിക്കണം. ഞാനിപ്പോൾ പറഞ്ഞു തരുമ്പോൾ പെർഫോം എടുത്ത് വെച്ച് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫൈൻ ടച്ച് ആണ്. ഫൈൻ ടച്ചിന് വേണ്ടത് ഒരു കോട്ടൺ തുണിയാണ്, അല്ലെങ്കിൽ ഒരു കോട്ടൺ പഞ്ഞിയാണ്. ഇത് തന്നെ നമ്മൾ ഇതിന്റെ അറ്റം ഇങ്ങനെ മൂർപ്പിക്കുക. എന്നിട്ട് പേഷ്യന്റിനോട് കണ്ണടയ്ക്കാൻ പറയുക. ആദ്യം തന്നെ കൺസെന്റ് ചോദിക്കണം. ഞാനിപ്പോ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ചേട്ടൻ കണ്ണടച്ചിരിക്കാമോ? എന്നിട്ട് ഇവരോട് ഈ ടച്ച് ഫീൽ ചെയ്യുമ്പോൾ ഓരോ വട്ടം യെസ് പറയാൻ പറയുക. നമ്മൾ പതുക്കം തൊട്ട് കൊടുക്കുക. ഓരോ വട്ടം പറയും. ഞാൻ ചെയ്യുമ്പോൾ യെസ് പറയണം. ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇങ്ങനെ 2 ഭാഗത്തും മാറി മാറി ചെയ്യുക. പിന്നെ വേറെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ടെസ്റ്റ് ആണ്. നമ്മൾ വെക്കാണ്ട് തന്നെ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. കാരണം നമ്മൾ എല്ലാതും യെസ് പറയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നെഗറ്റീവ് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് വരുന്നത് ക്രൂഡ് ടച്ച് ആണ്. പിന്നെ എല്ലാം ഇതേ മെത്തേഡ് തന്നെയാണ്, ഒബ്ജക്ട്സ് മാത്രം മാറുന്നുള്ളൂ. ക്രൂഡ് ടച്ചിന് വേണ്ടത് ഒരു ബ്ലഡ് ഒബ്ജക്റ്റ് ആണ്. ഇതാണ് ബ്ലഡ്. ഒരു ഷാർപ്പ് അല്ലാതെ ഒരു ബ്ലഡ് ഒബ്ജക്റ്റ് വേണം. അത് വെച്ചിട്ട് സെയിം പ്രൊസീജിയർ കണ്ടുപിടിച്ചിരിക്കാമോ? ഇതുപോലെ തന്നെ യെസ് പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പൊ ചെയ്താണ് നെഗറ്റീവ് ടെസ്റ്റ്. അപ്പോ ഇപ്പൊ നമ്മൾ ഏത് കഴിഞ്ഞു? ഫൈൻ ടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ടച്ച് വരുന്നത് ടാക്ടൈൽ ലോക്കലൈസേഷനും ടാക്ടൈൽ ഡിസ്ക്രിമിനേഷനും ആണ്. ടാക്ടൈൽ ലോക്കലൈസേഷൻ പേര് പോലെ തന്നെ നമ്മൾ ടച്ച് ചെയ്യുന്ന സ്ഥലം നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കണ്ണടയ്ക്കാവോ? ഇപ്പൊ എവിടെയാണ് തൊട്ടത്? ഇങ്ങനെ 2-3 പോയിന്റിൽ ചെയ്യുക. അതാണ് ടാക്ടൈൽ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ക്രിമിനേഷൻ നമുക്ക് വെബർ കോമ്പസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 2 എൻ്റെ കൈ വെച്ച് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് വെബർ കോമ്പസ് ഉണ്ടാവുക. ഇപ്പോൾ 2 പോയിന്റോട് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു സ്ഥലത്ത് പേഷ്യനോട് ചോദിച്ച് 2 പോയിന്റോട് ടച്ച് ചെയ്യുക. അവർക്ക് എത്ര പോയിന്റ് ടച്ച് ഫീൽ ചെയ്തു എന്ന് ചോദിക്കുക. ചിലപ്പോൾ നമ്മൾ 2 വെച്ച് ടച്ച് ചെയ്താലും ഒരു ഭാഗത്ത് മാത്രമേ അവർക്ക് ഫീൽ ചെയ്യുകയുള്ളൂ. ഇതിനാണ് ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇത് ബോഡിയുടെ വേരിയസ് പാർട്സിലെ വേരിയസ് ലെവൽസിലായിരിക്കും ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുക. കാരണം ഫിംഗർ ടിപ്സിൽ 2-3 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1-2 മില്ലിമീറ്റർ ഡിഫറൻസിൽ തന്നെ നമുക്ക് പോയിന്റ്സ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. മറിച്ച് ബാക്കിക്ക് പോവുകയാണെങ്കിൽ, ട്രങ്കിൽ ബാക്കിക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു 5-6 സെൻറ്റിമീറ്റർ ഡിഫറൻസ് മാത്രമേ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് പെയിൻ ആണ്. അതിൽ തന്നെ 2 സൂപ്പർഫിഷ്യൽ പെയിനും ഡീപ്പ് പെയിൻ ആണ്. സൂപ്പർഫിഷ്യൽ പെയിൻ എന്ന് പറയുന്നത് ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. ഒന്ന് കണ്ണടച്ചിരിക്കാമോ? ആ പെയിൻ ഫീൽ ചെയ്യണ്ടോ എന്ന് നോക്കുക. അതാണ് സൂപ്പർഫിഷ്യൽ പെയിൻ. പിന്നെ ഡീപ്പ് പെയിൻ എന്ന് പറയുമ്പോൾ മസിൽസ് സ്ക്വീസ് ചെയ്തിട്ട് പെയിൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അത് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മുടെ അക്യൂലസ് ടെൻഡനിലാണ്, കാലിൻ്റെ ഇവിടെ സ്ക്വീസ് ചെയ്തിട്ട് പെയിൻ ഫീൽ ചെയ്യണ്ടോ എന്ന് ചോദിക്കുക. ഇനി അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിനപ്പോൾ അവിടെ ഉണ്ടാവുക ടെസ്റ്റ് ട്യൂബിൽ ഒരു വാം വാട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ഉണ്ടാവും. കണ്ണടച്ച് ഇതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. വാം ആണോ കോൾഡ് ആണോ എന്ന് കണ്ണടച്ചിരിക്കാമോ? ഇതാണ് ടെമ്പറേച്ചർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അങ്ങോട്ടും 2 ഭാഗത്തേക്കും കൂടാൻ എക്സ്ട്രീം ആവാണ്ടിരിക്കുക. കാരണം അതൊരു പെയിൻ സെൻസേഷനായി മാറും. അപ്പോൾ ഒരു ടെമ്പറേച്ചർ ടെസ്റ്റ് ആവില്ല, അതൊരു പെയിൻ്റെ എക്സാമിനേഷനായിട്ട് മാറും. അടുത്തത് സെൻസ് ഓഫ് പൊസിഷൻ ആണ്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലിംബിൻ്റെ പൊസിഷൻ മറ്റേ കൈയിലും കണ്ണടച്ചുകൊണ്ട് അതുപോലെ തന്നെ വെക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സെൻസ് ഓഫ് പൊസിഷൻ.
ഒന്ന് കണ്ണടയ്ക്കോ. അപ്പോൾ ഞാനൊരു കൈ എടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ്. പേഷ്യൻറ്റിനോട് ഇതുപോലെ തന്നെ മറ്റേ കയ്യിലും ഇവിടുത്തെ പൊസിഷൻ എന്താണോ അതുപോലെ തന്നെ വെക്കാൻ പറയുക. ഉണ്ടോ? ഇതാണ് നമുക്ക് ഒരേ ലിംബിലത്തെ പൊസിഷൻ തന്നെ അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി സെൻസ് ഓഫ് പാസീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് സെൻസ് ആണ്. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കൈയിൻ്റെ പ്രോക്സിമൽ ജോയിൻ്റ് ഇങ്ങനെ രണ്ട് കൈൻ്റെ ഇടയിൽ പിടിക്കുക. എന്നിട്ട് പേഷ്യൻറ്റിനോട് കണ്ണടയ്ക്കാൻ പറയാം. ഞാൻ തമ്പ് ഇങ്ങനെ മൂവ് ചെയ്യും. അത് അപ്പാണോ ഡൗൺ ആണോ എന്ന് പറയണം. അടിയിക്കാണോ മേലേക്കാണോ എന്ന് പറയുക. ഇതാണ് സെൻസ് ഓഫ് പാസീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് സെൻസ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റീരിയോഗ്നോസിസ് ആണ്. ഇതെന്ന് പറയുന്നത് കണ്ണടച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് മനസ്സിലാവുണ്ടോ എന്നുള്ളൊരു എബിലിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻസിന് പരിചയമുള്ളൊരു ഒബ്ജക്റ്റ് കൊടുക്കുക. എന്ന് വെച്ചപ്പോൾ ഈ ട്യൂണിഫോർക്കൊക്കെ ചിലപ്പോൾ പേഷ്യൻസിന് അറിയണമെന്നില്ല. അപ്പോൾ അതൊന്നും എടുത്തിട്ട് ഇതെന്താണെന്ന് നമ്മൾ ചോദിക്കരുത്. വല്ല പെന്നോ പെൻസിലോ അവിടെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് കണ്ണടച്ചിരിക്കാൻ പറയാം. എന്നിട്ട് ഇത് പേഷ്യൻറ്റിന് കൊടുത്തിട്ട് എന്താണ് മനസ്സിലാവുന്നുണ്ടോ ചോദിക്കുക. ഒന്ന് കണ്ണടച്ചിരിക്കാവോ? ഞാൻ തരുന്ന സാധനം എന്താണെന്ന് നോക്കുക കേട്ടോ. ഇതാണ് സ്റ്റീരിയോഗ്നോസിസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക. അടുത്തത് വൈബ്രേഷൻ സെൻസ് ആണ്. അത് നമ്മൾ ട്യൂണിഫോർക്കിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ചെയ്യുക. എന്ന് പറയുന്നത് 128 ഹെർട്സിൻ്റെ ട്യൂണിഫോർക്ക് തന്നെ കിട്ടാൻ നോക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 256-ൻ്റെയാണ്. ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ട്യൂണിഫോർക്ക് ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. പേഷ്യൻറ്റിനോട് കണ്ണടയ്ക്കാൻ പറയുക. എന്നിട്ട് ഈ ബോണി പാർട്സിലൊക്കെ വെച്ച് കൊടുക്കുക. വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. കണ്ണടയ്ക്കുക. ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഇതാണ് വൈബ്രേഷൻ സെൻസ് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ്. അടുത്തത് സെൻസറി ഇൻഅറ്റൻഷൻ. ഇതെന്ന് പറയുന്നത് എളുപ്പമാണ്. നമ്മൾ കണ്ണടച്ചിട്ട് എന്തെങ്കിലും ഇപ്പോൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പെയിൻ സ്റ്റിമുലേ അല്ലെങ്കിൽ ഒരു ടച്ച് സ്റ്റിമുലേ കൊടുക്കുക. അത് ഏത് സൈഡാണെന്ന് പേഷ്യൻറ്റിനോട് പറയാൻ പറയുക. കണ്ണടയ്ക്കുക. ഇതാണ് സെൻസറി. ഇത് ഒരു സെൻസറി ഇൻഅറ്റൻഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഏത് സൈഡാണെന്ന് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി 10ാമത്തെ കാര്യം ചെയ്യാനുള്ള കാര്യമല്ല. എന്തെങ്കിലും അബ്നോർമൽ സെൻസേഷൻ ഉണ്ടോ എന്ന് പേഷ്യൻറ്റിനോട് ചോദിക്കുക. നമ്മളൊന്നും ചെയ്യാതെ തന്നെ വല്ല പിൻസും നീഡിൽസും കുത്തുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് പേഷ്യൻറ്റിനോട് ചോദിക്കുക. അതാണ് അബ്നോർമൽ സെൻസേഷൻ എന്നുള്ള ഹെഡിങ്. അടുത്ത് വരുന്നതാണ് റോംബർഗ് സൈൻ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിനോട് നിൽക്കാൻ പറയുക. കണ്ണടച്ച് കാല് കൂട്ടി വെച്ച് നിൽക്കാൻ പറയുക. അപ്പോൾ റോംബർഗ് സൈൻ പോസിറ്റീവ് ആയ ഒരാളാണെങ്കിൽ അവർക്ക് നേരെ നിൽക്കാൻ കഴിയുകയില്ല. അവർ രണ്ട് സൈഡിലേക്കും ചെരിഞ്ഞുകൊണ്ടിരിക്കും. റോംബർഗ് സൈൻ നെഗറ്റീവ് ആണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് തന്നെ ആൾക്ക് നേരെ നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ ഒന്ന് കാല് കൂട്ടി വെച്ച് നിൽക്കുമോ? കണ്ണടച്ചോ? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാമിനർ ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ ക്ലോസ് ചെയ്ത് നിൽക്കുക. കാരണം ഇയാൾക്ക് റോംബർഗ് സൈൻ പോസിറ്റീവ് ആണെങ്കിൽ രണ്ട് വശത്തേക്കും വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പിടിക്കാനാണ് എക്സാമിനർ ഇങ്ങനെ നിൽക്കണം എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് സെൻസറി പാർട്ട് ഓഫ് ക്രേനിയൽ നെർവ്സ് ഉണ്ട്. അത് നിങ്ങൾ ക്രേനിയൽ നെർവ്സിൻ്റെ ഒപ്പം പഠിക്കുമ്പോൾ അതിൻ്റെ സെൻസറി പാർട്ടും മോട്ടോർ പാർട്ടും പഠിക്കും. അതിൽ സെൻസറി പാർട്ടും കൂടിയും ഇതിൽ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ഹയർ മെൻ്റൽ ഫംഗ്ഷൻ്റെ എക്സാമിനേഷനിലേക്ക് പോകാം. ഇതെന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് എക്സാമിൻ ചെയ്യുന്നതിനുപരി കണ്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു എക്സാമിനേഷനാണ്. അതിൽ ഫസ്റ്റത്തെയാണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. അത് നമുക്ക് ഒരു പേഷ്യൻറ്റിനോട് റാപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട കാര്യമാണ് കോൺഷ്യസ് ആണോ എന്നുള്ളത്. ഇനി ഇതിൽ തന്നെ 4 എണ്ണമാണ് വരുന്നത്. ഈ കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ സറൗണ്ടിങ്സും അല്ലെങ്കിൽ അയാളെക്കുറിച്ചും കോൺഷ്യസ് ആണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെയെന്ന് പറയുന്നത് ഡ്രൗസിനെസ് ആണ്. ഡ്രൗസിനെസ് എന്ന് വെച്ചാൽ ഇയാൾ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലയിൽ മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഡ്രൗസിനെസ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റ്യൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനാണ്. അതെന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലയിൽ റെസ്പോണ്ട് ചെയ്യില്ല, മറിച്ച് ഒരു പെയിൻഫുൾ സ്റ്റിമുലയിൽ മാത്രമാണ് ആൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണെങ്കിൽ അത് സ്റ്റ്യൂപ്പർ കണ്ടീഷനാണ്. ഇനി അടുത്തതാണ് ലാസ്റ്റ് സ്റ്റേജാണ് കോമ. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലിയിലോ പെയിൻഫുൾ സ്റ്റിമുലിയിലോ ആൾ റെസ്പോണ്ട് ചെയ്യുകയില്ല. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഒരു ഗ്ലാസ്ഗോ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത് നിങ്ങളുടെ മാനുവലിൽ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം. അതെന്ന് പറയുന്നത് മാക്സിമം സ്കോർ 15 അതിൽ തന്നെ ഐ റെസ്പോൺസ്, വെറിബിൾ റെസ്പോൺസ്, മോട്ടോർ റെസ്പോൺസ് വെച്ചിട്ട് ഒരാളുടെ കോൺഷ്യസ്നെസ് നോക്കുന്ന സ്കെയിലാണ്. അതിൽ 15 സ്കോർ കിട്ടിയാൽ മാത്രമാണ് ആൾ ഫുള്ള് കോൺഷ്യസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സ്കോർ 3 വരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന് അടിയിലാണെങ്കിൽ ആൾ കോമയിലാണ് എന്നാണ് അർത്ഥം. രണ്ടാമത് വരുന്നതാണ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്. അത് ആളെ നോക്കി നമുക്ക് ഒരു ലോ മൂഡാണോ അതുപോലെ ആൻസൈറ്റി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇമോഷണൽ മൂഡ് അതാണ് ഹയർ മെൻ്റൽ ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ ഹെഡിങ്. പിന്നെ മൂന്നാമത് വരുന്ന സാധനമാണ് ഓറിയൻറ്റേഷൻ ടു പ്ലേസ്, ടൈം ആൻഡ് പേഴ്സൺ.
അത് ഈ പേഷ്യൻറ്റിനോട് സമയം എത്രയായി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം. ഒന്നല്ലെങ്കിൽ ഏത് സമയമാണ്, ഉച്ചയാണോ രാത്രിയാണോ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഇതേതാണ് സ്ഥലം, അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട്, അറിയുന്ന ഒരാളെ കണ്ടിട്ട് ഇതാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഈ പ്ലേസ്, ടൈം ആൻഡ് പേഴ്സണോട് ഓറിയൻറ്റേഷൻ ഉണ്ടോ എന്നുള്ളത്. ഇനി നാലാമത്തെയാണ് ഡെലൂഷൻസ് ആൻഡ് ഹാലുസിനേഷൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം അത് അറിയാം. ഡെലൂഷൻ എന്ന് വെച്ചാൽ ഒരു ഫോൾസ് ബിലീഫാണ്. എന്ന് വെച്ചാൽ ഒരു എവിഡൻസ് ഇല്ലാണ്ട് നമ്മൾ തെറ്റായി ചിന്തിച്ച് പോകാൻ, തെറ്റായിട്ട് വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡെലൂഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് ഡെലൂഷണൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഹാലുസിനേഷനാണ്. ഹാലുസിനേഷൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു അബ്നോർമാലിറ്റി നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലാണ്. എന്ന് വെച്ചാൽ കാണാത്ത കാര്യം കണ്ടു എന്ന് തോന്നുക, അല്ലെങ്കിൽ കേൾക്കാത്ത കാര്യം കേട്ടു എന്ന് തോന്നുക, ഇതിനൊക്കെ നമ്മൾ ഹാലുസിനേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഡിഫറൻസ്, ഡെലൂഷനും ഹാലുസിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. പിന്നെ സ്ലീപ്പ്, പേഷ്യൻ്റെ സ്ലീപ്പ് എങ്ങനെയായിരുന്നു ചോദിക്കുക, കറക്റ്റ് ഡ്യൂറേഷൻ ആണോ അതോ സ്ലീപ്പിന് ബുദ്ധിമുട്ടുണ്ടോ. പിന്നെ വരുന്നതാണ് മെമ്മറി. അത് നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം. ഒന്നല്ലെങ്കിൽ ഫുഡ്, ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നലെ എന്തൊക്കെ ചെയ്തു, അങ്ങനെ പേഷ്യൻ്റെ മെമ്മറി ചെക്ക് ചെയ്യണം. പിന്നെ ഇത് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആണ്. ആളുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു വായിക്കാൻ അറിയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് IQ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ചെക്ക് ചെയ്യാം. പിന്നെ ജനറൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ, അതെന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിനെ കണ്ട് തന്നെ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു അവിടെ വന്നിരിക്കുന്ന ഡ്രസ്സിങ് രീതി, അതുപോലെ അജിറ്റേറ്റഡ് ആണോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടാണോ ആൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ജനറൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയറിൽ പറയാനുള്ളത്. പിന്നെ എന്ന് പറയുന്നത് സ്പീച്ചാണ്. സ്പീച്ചിനെ കുറിച്ച് ആളുടെ സംസാരത്തിൽ ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ പറയണ കാര്യം മനസ്സിലാകുന്നുണ്ടോ, ആൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തിരിച്ച് പറയാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് സ്പീച്ചിൻ്റെ കാര്യത്തിൽ നോക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് ചോദിക്കേണ്ട കാര്യമാണ് ആൾ റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ എന്നുള്ളതാണ്. ഇതാണ് ഹയർ മെൻ്റൽ ഫങ്ഷൻസിൻ്റെ ഇതിൽ വരുന്നത്. ഇപ്പോൾ ഏതൊരു എക്സാമിനേഷനിലും നമ്മൾ ആദ്യം പേഷ്യൻസ് ബയോഡാറ്റ എഴുതണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനറൽ എക്സാമിനേഷൻ ചെയ്തിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാമിൽ സെൻസറാണ് കിട്ടുന്നതെങ്കിൽ ടീച്ചർ ചെയ്യിപ്പിക്കുക സെൻസർ എക്സാമിനേഷൻ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ജനറൽ എക്സാമിനേഷൻ തുടങ്ങണം. ജനറൽ എക്സാമിനേഷൻ്റെ പെർഫോമ കൂടി അവിടെ എഴുതിയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹയർ മെൻ്റൽ ഫങ്ഷൻസിൻ്റെ പെർഫോമ. അതിപ്പോൾ ഈ പറഞ്ഞ 5-10 കാര്യങ്ങൾ ഒരുമിച്ച് എഴുതുക. ഇത് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞല്ലോ 2 ക്വസ്റ്റ്യൻസും അതുപോലെ പുറത്തുനിന്ന് കണ്ട് എഴുതുന്ന കാര്യങ്ങളാണ് ഈ ഹയർ മെൻ്റൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റാണ് സെൻസറി ഫങ്ഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എക്സാമിനേഷൻ വരുന്നത്. അത് മാനുവലുള്ള പോലെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ വരച്ച് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ചെയ്ത ഓരോ കാര്യങ്ങൾ ഫൈൻ ടച്ച് ആണെങ്കിലും ക്രൂ ടച്ച് ആണെങ്കിലും ഇതൊക്കെ ചെയ്യേണ്ടത് ഫേസ്, ട്രങ്ക്, ലിംസിൽ തന്നെ അപ്പർ ലിംബ് ലോവർ ലിംബ് ഉണ്ട്. അതിൽ തന്നെ റൈറ്റും ലെഫ്റ്റും ഉണ്ട്. ഇത് 2 സൈഡിലും ചെയ്യാൻ മറക്കരുത്. കാരണം അവർ സ്പെഷ്യലി നോക്കും നമ്മൾ ചെയ്യും. നമ്മൾ ഒരു സൈഡ് ചെയ്ത് നിർത്തിയാൽ ടീച്ചർ ശ്രദ്ധിക്കും. നമ്മൾ 2 സൈഡിലും ചെക്ക് ചെയ്യണം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. എക്സാമിനേഷൻ കഴിഞ്ഞ് താങ്ക് യു പറഞ്ഞ് പേഷ്യൻറ്റിനോട് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.